നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കെയർഫെഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരവസരം. കെയർഫെഡ് ഇപ്പോൾ അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നത്. ഓൺലൈനായി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ശമ്പളത്തിലും കൂടിയാണെങ്കിൽ ഈ ജോലിക്ക് ഓൺലൈനായി നിങ്ങൾ ഏപ്രിൽ 3 മുൻപ് അപേക്ഷിക്കൂ. കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ അവസരം വളരെ നല്ലതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ്. 5 ഒഴിവുകളാണുള്ളത്. അക്കൗണ്ടന്റ് കാറ്റഗറിയിൽ 9/10/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 5 ഒഴിവുകളാണുള്ളത്. 25,200 രൂപ മുതൽ 54,000 വരെയാണ് ശമ്പളം. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കോർപ്പറേഷൻ പ്രത്യേക വിഷയമായി ഒരു അംഗീകൃത സർവകലാശാലയുടെ കോമേഴ്സിൽ ഉള്ള ബിരുദം അല്ലെങ്കിൽ കോർപ്പറേഷൻ വിഷയമായുള്ള ബിരുദാനന്തര ബിരുദം. ഇതില്ലാത്തവർക്ക് അംഗീകൃത സർവകലാശാലയുടെ BA BSc BCom ബിരുദം ഉണ്ടായാൽ മതി. ഒപ്പം തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ HDC അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, ഇതിലേതെങ്കിലും ഒന്ന് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് വിത്ത് കോർപ്പറേഷൻ ആസ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് ഒരു സാധ്യതയുള്ളത്. അല്ലെങ്കിൽ കോർപ്പറേഷനും ബാങ്കിങ്ങും വിഷയമായി UGC അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ നാഷണൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ എന്നിവയിൽ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഇവയിൽ ഏതിലെങ്കിലും BSc ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ BSc ഡിഗ്രിയാണ് എന്നുണ്ടെങ്കിൽ അതിനൊപ്പം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് 6 മാസത്തിൽ കുറയാത്ത കാലയളവിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ എടുത്തിരിക്കണം. ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ OMR പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ ഉണ്ടാകുകയാണെങ്കിൽ ഈ പരീക്ഷ എഴുതുമെന്നുള്ള ഒരു സ്ഥിരീകരണം നിങ്ങൾ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് ഇത് നൽകേണ്ടത്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ഈ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകും. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകിയില്ല എങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച രീതികളെക്കുറിച്ച്, അതിൻ്റെ തീയതിയെക്കുറിച്ച്, അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച എല്ലാ അറിയിപ്പുകളും ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലിലും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും ആ തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ്റെ ലിങ്കിൽ അപ്ലൈ നൗവിൽ മാത്രമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, എന്തിൻ്റെ നിയമന സാധ്യത എന്തെല്ലാമാണ് എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക്, കൂടുതൽ തൊഴിൽ സംബന്ധിയായ വാർത്തകൾക്ക് നിങ്ങൾ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.